നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കളം മാറി ചവിട്ടാൻ കേരള കോൺഗ്രസ്. ജോസ് കെ മാണിയുമായി ചർച്ച നടത്തി വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടിയും. LDF വിടേണ്ടെന്ന നിലപാടിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും. LDF നേതാക്കൾക്കൊപ്പമുള്ള ചിത്രത്തോടൊപ്പം തുടരുമെന്ന കുറിപ്പോടെ FB പോസ്റ്റുകൾ. 16 ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും വിസ്മയങ്ങളുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ACC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി കേരളത്തിൽ. ഓരോ മണ്ഡലത്തിലെയും 3 പേരുള്ള പട്ടികയിൽ ആദ്യ ചർച്ച. 16 കേരള നേതാക്കളുടെ യോഗം വിളിച്ച് ഹൈക്കമാൻഡ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ലോക്ഭവന് മുന്നിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം കോർപ്പറേഷൻ വാർഡ് UDF-ന്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല കോടതി. ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനുണ്ടെന്നും രാഹുലുമായി തെളിവെടുക്കുമെന്നും SIT. ജാമ്യാപേക്ഷ 16 പരിഗണിക്കും. കോടതി പരിസരത്തും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴും DYFI യുവമോർച്ച പ്രതിഷേധം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2ാം കേസിലും തന്ത്രിയുടെ അറസ്റ്റിന് അനുമതി നൽകി കൊല്ലം വിജിലൻസ് കോടതി. ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി പ്രതിയാകും. കട്ടിലപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 27 വരെ നീട്ടി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സാഹസത്തിന് മുതിർന്നാൽ കനത്ത തിരിച്ചടി. കശ്മീരിൽ ഭീകരരുടെ ശൃംഖല തകർത്തെന്നും പാകിസ്ഥാന്റെ ആണവ ഭീഷണി അവസാനിപ്പിച്ചെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കലയുടെ കൗമാരപൂരത്തിന് ശക്തന്റെ തട്ടകത്തിൽ നാളെ കൊടിയേറ്റം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 14 മുതൽ 18 വരെ 25 വേദികളിലായി 250 ഇനങ്ങളിൽ മാറ്റുരയ്ക്കുക. 15,000-ഓളം കൗമാര പ്രതിഭകൾ. കലവറ ഒരുക്കങ്ങൾ തുടങ്ങി. ഇന്ന് രാത്രി മുതൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പി തുടങ്ങും. ഒരുക്കങ്ങൾ വിലയിരുത്തി മന്ത്രി വി. ശിവൻകുട്ടി. വിശദമായ വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് LDF വിടുമെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച നടന്ന LDF സമരത്തിൽ ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നതാണ് മുന്നണി മാറ്റം എന്ന വാദത്തിന് ശക്തി പകരുന്നത്. ജോസ് കെ മാണിയെ UDF ക്യാമ്പിലെത്തിക്കാൻ ഇടപെടുന്നു എന്ന വാർത്ത കോൺഗ്രസ് ഹൈക്കമാൻഡ് തള്ളി. എന്നാൽ വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടിയും ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ LDF നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം തുടരുമെന്ന കുറിപ്പോടെ മന്ത്രി റോഷി അഗസ്റ്റിനും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പ്രമോദ് നാരായണനും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കേരള കോൺഗ്രസിനെ UDF-ലെത്തിക്കാൻ അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചതായാണ് സൂചന. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. കേരള കോൺഗ്രസിനെ UDF-ലെത്തിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നുവെന്നും സോണിയാഗാന്ധിയുമായി ജോസ് കെ മാണി ചർച്ച നടത്തി എന്നുമുള്ള പ്രചരണങ്ങൾ ഹൈക്കമാൻഡ് തള്ളിയിരുന്നു. മുന്നണി മാറ്റത്തിനായി ചർച്ചകൾ നടക്കുന്നുവെന്ന വാദങ്ങളെ കേരള കോൺഗ്രസ് നേതൃത്വവും തള്ളുകയാണ്. ക്രെഡിബിലിറ്റിയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നും മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാലത്തും പണയം വെച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യം. ഇതിനിടെ കേരള കോൺഗ്രസിൽ മുന്നണി മാറ്റം സംബന്ധിച്ച് ഭിന്ന അഭിപ്രായമാണുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടതുമുന്നണിയിൽ തുടരുമെന്ന് വ്യക്തമാക്കുമ്പോൾ പാർട്ടി എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുമെന്നാണ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, MLA-മാരായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോബ് മൈക്കിൾ എന്നിവർ ഉറപ്പു നൽകിയിരിക്കുന്നത്. റാന്നി MLA പ്രമോദ് നാരായണനും LDF-ൽ തുടരുക എന്ന ആശയത്തോടൊപ്പമാണ്. LDF-ൽ തുടരും എന്ന സൂചന നൽകി LDF നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം റോഷി അഗസ്റ്റിനും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പ്രമോദ് നാരായണനും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഇതിനെല്ലാമിടയിൽ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് എത്തിക്കാൻ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ സമ്മർദ്ദമുണ്ട്. ഏതായാലും ഈ മാസം 16-ന് കോട്ടയത്ത് ചേരുന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയോടെ മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടതുമുന്നണിയിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലും സീറ്റുകൾ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയ കാര്യങ്ങളിലും അന്തിമ തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായേക്കും. കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകുമോ എന്ന ചോദ്യത്തിനും ഇതോടെ ഉത്തരമാകും. അമൃത ന്യൂസ്, കോട്ടയം.
കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിടുമെന്ന വാർത്തകളിൽ സസ്പെൻസ് നിലനിർത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിസ്മയം ഉണ്ടാകുമെന്നും വിരലിലെണ്ണാവുന്ന ദിവസം കൂടി കാത്തിരിക്കൂ എന്നും ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോട് വി.ഡി. സതീശൻ പ്രതികരിച്ചു. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമന്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കം. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഇന്ന് തലസ്ഥാനത്തെത്തും. പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ ഭരണത്തിലേക്കുള്ള മടങ്ങിവരവിന് സർവ്വസന്നാഹങ്ങളുമായി തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി നേതൃത്വം കടക്കുന്നു. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രിയുടെ മേൽനോട്ടത്തിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നത്. ഇക്കാര്യത്തിൽ പാലിക്കേണ്ട നിബന്ധനകളെക്കുറിച്ച് ഹൈക്കമാൻഡ് KPCC നേതൃത്വത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ MP-മാർ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നേതൃത്വം. AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി എന്നിവർ ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ ഇന്നും നാളെയും തലസ്ഥാനത്തുണ്ട്. വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിരത്തിലെ ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പ്രവർത്തനങ്ങൾ. ഗ്രൂപ്പുകളുടെയോ നേതാക്കളുടെയോ പിടിവാശിയിൽ സ്ഥാനാർത്ഥി നിർണയം അനുവദിക്കില്ല എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. വിജയം മാത്രമായിരിക്കും മാനദണ്ഡം. പ്രാദേശിക ഘടകങ്ങളുമായി സ്ഥാനാർത്ഥികളുടെ ജയസാധ്യത ചർച്ച ചെയ്യും. സിറ്റിംഗ് MLA-മാർ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ജയസാധ്യതയും വിലയിരുത്തും. മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് കനകോലുവിന്റെയും ദീപാദാസ് മുൻഷിയുടെയും റിപ്പോർട്ടുകൾ പരിഗണിക്കപ്പെടും. ഓരോ മണ്ഡലങ്ങളിലും സ്ക്രീനിംഗ് കമ്മിറ്റിയും കോർ കമ്മിറ്റിയും ചർച്ച നടത്തി തയ്യാറാക്കുന്ന 3 പേരടങ്ങുന്ന പട്ടിക AICCക്ക് സമർപ്പിക്കും. കോൺഗ്രസിനുള്ളിലെ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായ ശേഷം ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. ജനുവരി 20-നുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് UDF-ന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് തിരിച്ചുപിടിച്ച് UDF. 83 വോട്ടിനാണ് UDF-ന്റെ KH സുധീർ ഖാൻ വിജയിച്ചത്. ഹാർബർ വാർഡിലെ മുൻ കൗൺസിലറായിരുന്നു സുധീർ ഖാൻ. ഇതോടെ കോർപ്പറേഷനിൽ UDF-ന്റെ സീറ്റ് എണ്ണം 20ആയി. രണ്ടാം സ്ഥാനത്ത് LDF ആണ്. ഏറെ കാലത്തിന് ശേഷമാണ് വിഴിഞ്ഞം വാർഡ് UDF തിരിച്ചുപിടിക്കുന്നത്. LDF വിമതൻ 118 വോട്ട് പിടിച്ചതാണ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് കനത്ത തിരിച്ചടിയായത്. വിമതന് ലഭിച്ച വോട്ട് UDF-ന്റെ വിജയത്തിൽ നിർണായകമായി. എറണാകുളം ഓണക്കൂറിൽ LDF-ഉം മലപ്പുറം മൂത്തേടത്ത് UDF-ഉം വിജയിച്ചു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. 16-ന് ജാമ്യാപേക്ഷ പരിഗണിക്കും. 15-ന് വൈകിട്ട് രാഹുലിനെ ഹാജരാക്കണമെന്നും തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു. കേസിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. എന്നാൽ കേസിൽ ഇനി തെളിവെടുപ്പിന്റെ ആവശ്യമില്ലെന്നും രാഹുലിനെ പ്രദർശന വസ്തുവാക്കുകയാണെന്നും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതായും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഈ പ്രതിഭാഗത്തിന്റെ വാദം അത് എങ്ങനെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അതെ, ഇന്ന് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിടാം. 15-ാം തീയതി വൈകിട്ട് രാഹുലിനെ തിരികെ കോടതിയിൽ ഹാജരാക്കണം. 16-ന് ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ളതാണ് എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. പ്രതിഭാഗം ഇത്തരത്തിൽ ഈ പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ യാതൊരുവിധ കാര്യങ്ങളും നിലനിൽക്കുന്നതല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് വാദിച്ചത്. അതായത് ഇതിൽ കേസിൽ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ല. കേസിന് ആസ്പദമായ കാര്യങ്ങൾ റിക്കവറി ചെയ്യാനുണ്ട് എന്ന് ഈ പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ, എന്നാൽ അത്തരത്തിൽ യാതൊരു കാര്യങ്ങളും റിക്കവറി ചെയ്യാനില്ല. ഇത്തരത്തിൽ രാഹുലിന്റെ ഫോൺ അടക്കം SIT സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഇതിനകത്ത് മറ്റൊന്നും ഇനിയും തെളിവായി സ്വീകരിക്കാൻ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിഭാഗം വാദിച്ചു. അത്തരത്തിൽ ഇദ്ദേഹത്തെ ഈ അന്വേഷണ സംഘം എല്ലാ സ്ഥലത്തും കൊണ്ടു നടന്ന് പ്രദർശന വസ്തുവാക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഗൂഢാലോചനയ്ക്കൊപ്പമാണ് എന്നതടക്കമാണ് പ്രതിഭാഗം വാദിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വാദിച്ചത് മുമ്പായിട്ട് ഈ പ്രോസിക്യൂഷൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷ നേരത്തെ 7 ദിവസമാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അത് 3 ദിവസമായി ചുരുക്കി. ഈ രാവിലെ കോടതിയിൽ കൊണ്ടുവന്ന ശേഷം ഈ കേസ് നമ്പറിൽ ചില പിശകുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ 1 മണിക്കൂറിലധികം ഈ വാദം കേൾക്കുന്നതിൽ
താമസം നേരിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊണ്ടുപോകാം, തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കാം. ഈ 3 ദിവസം കൊണ്ട് കേസിൽ ആവശ്യമായ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കണം. കാരണം നേരത്തെ ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഈ അന്വേഷണ സംഘത്തിന് വെറും 5-5.5 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യാൻ ലഭിച്ചിരുന്നത്. അത്തരത്തിൽ ചോദ്യം ചെയ്യലടക്കം കൂടുതൽ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് കൂടുതൽ സമയം കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. 3 പതിറ്റാണ്ട് നീണ്ടുനിന്ന CPM ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഐഷ പോറ്റി. കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ലോക്ഭവന് മുന്നിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിലെത്തിയ ഐഷ പോറ്റിയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. 5 വർഷമായി CPM ൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു അവർ. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽട്ട് ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, ഒടുവിൽ ഐഷ പോറ്റിയും കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? തീർച്ചയായുമായ ഏറ്റവും വലിയൊരു ഇവന്റ് അന്ന് തന്നെ നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് ഈ രാപ്പകൽ സമരം നടക്കുകയായിരുന്നു കോൺഗ്രസ് ലോക് ഭവനിലും മുന്നിൽ. ആ രാപ്പകൽ സമരത്തിന്റെ വേദിയിൽ തന്നെ ഈ രീതിയിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് കുറെ വിസ്മയങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ UDF എന്ന് പറഞ്ഞതുപോലെ അതിലൊരു വിസ്മയമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി. ഇതൊരു വിസ്മയം എന്ന് പറയാമോ എന്നറിയില്ല. കാരണം നേരത്തെ 5 വർഷമായി അവർ LDF നിന്ന് അകന്ന് CPM നിന്നൊക്കെ തന്നെ അകന്ന് കഴിയുകയായിരുന്നു. പക്ഷെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടത് 3 തവണ തുടർച്ചയായി കൊട്ടാരക്കര MLA ആയിരുന്നു. ദീർഘകാലം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ വലിയ ബന്ധമാണ് CPMുമായി. 30 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്ന് കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. 3 തവണ R ബാലകൃഷ്ണ പിള്ളയെ കൊട്ടാരക്കരയിൽ നിന്ന് തോൽപ്പിച്ച് MLA ആയി ആദ്യമായി നിയമസഭയിലെത്തുന്നു. അതിനുശേഷം തുടർച്ചയായി 3 തവണ MLA ആയിരുന്നു. CPMന്റെ ടിക്കറ്റിൽ തന്നെ ദീർഘകാലം CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിരുന്ന, ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്ന അത്രയേറെ CPM ബന്ധമുള്ള ഒരു നേതാവാണ്. കൊട്ടാരക്കരയിലെ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു വനിതാ മുഖം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു CPMന്റെ ഐഷ പോറ്റിയാണ്. CPMന്റെ ബാന്ധവം ഉപേക്ഷിച്ച് ഇപ്പൊ UDFിലെത്തി കോൺഗ്രസ് സമരവേദിയിലെത്തുന്നു. കോൺഗ്രസിന്റെ സമരവേദിയിലെത്തി അവിടെ KPCC അധ്യക്ഷനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ചില സൂചനകൾ ഐഷ പോറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. CPMുമായുള്ള ബന്ധവും ഉപേക്ഷിച്ച് ഇരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പല ചോദ്യങ്ങൾ ഉയർന്നു. കോൺഗ്രസിലാണോ BJPയിലാണോ പോകുന്നതെന്നൊക്കെ പല ചോദ്യങ്ങൾ ഉയർന്നു. പക്ഷെ അന്നൊന്നും വ്യക്തമായൊരു മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പോൾ ഇന്ന് ഈ ഒരു വേദിയിൽ, അതായത് രാപ്പകൽ സമരവേദിയിൽ, കോൺഗ്രസിലെ രാപ്പകൽ സമരവേദിയിൽ LDF ലോക് ഭവനിലെ സമരവേദിയിലെത്തിയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് KPCC അധ്യക്ഷനിൽ നിന്ന് കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്ന വേളയിലാണ് UDFിലേക്ക് ഇപ്പോൾ ഈ രീതിയിൽ കോൺഗ്രസ് CPMൽ നിന്നുള്ള അംഗങ്ങളൊക്കെ. നേരത്തെ ഏറ്റവും വലിയ ചർച്ചയാണ് UDF വലിയ രീതിയിൽ വിപുലീകരണമൊക്കെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രമുഖർ പലരും തന്നെ കോൺഗ്രസിലേക്ക് UDFിലേക്കും ഒക്കെ വരുമെന്ന് വലിയ രീതിയിൽ തന്നെ നേതാക്കന്മാരൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരള കോൺഗ്രസ് മാലി വിഭാഗമൊക്കെ UDFിലേക്ക് വരുന്നു എന്ന ചർച്ചകളും അഭ്യൂഹങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുമ്പോഴാണ് ഓരോ പ്രമുഖരായി ഇപ്പോൾ UDFിൽ CPM പാളയം വിട്ട് UDFിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതിന്റെ തുടക്കമായി രീതിയിൽ തന്നെ ഐഷ പോറ്റി CPMന്റെ ഏറ്റവും കരുത്തയായ ഒരു നേതാവ് തന്നെയാണ്. മുൻ MLA ആണ്. 3 തവണ MLA ആയിരുന്ന ഐഷ പോറ്റി ഒടുവിൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തലസ്ഥാന നഗരിയിലെത്തി സമരവേദിയിലെത്തി കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 3 തവണ CPMന്റെ MLA ആയിരുന്ന ഐഷ പോറ്റി 3 പതിറ്റാണ്ട് നീണ്ടുനിന്ന CPM ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കട്ടളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 19 മാറ്റി. ആ വാർത്തയിലേക്ക് വരാം. ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്ന ലോക് ഭവന് മുന്നിൽ നടന്ന പരിപാടിയിലാണ് അംഗത്വം സ്വീകരിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വിഭാവനം ചെയ്ത ആത്മവിശ്വാസത്തോടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ ഈ അമ്മമാർ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ ഭരണസിലാകേണ്ടത്
ലോക്ഭവന് മുന്നിൽ നടന്ന കോൺഗ്രസിന്റെ രാപ്പകൽ സമര വേദിയിലെത്തിയാണ് ഐഷ പോറ്റി അംഗത്വം സ്വീകരിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കട്ടിളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 19 മാറ്റിവെച്ചു. ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി പ്രതിയാകും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിൽ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകി. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഈ കട്ടിളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വിജിലൻസ് കോടതി 19 മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ദ്വാരപാലക കേസിലും തന്ത്രി പ്രതിയാകുമെന്ന് ഉറപ്പായി അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിൽ കഴിയുന്ന തന്ത്രി രാജീവ് കണ്ഠരുടെ ജാമ്യാപേക്ഷ അത് വിജിലൻസ് കോടതി പരിഗണിച്ചു. അതിനുശേഷം അത് വിധി പറയുന്നത് ഈ മാസം 19 മാറ്റുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ ദ്വാരപാലക ശില്പ കേസിലും തന്ത്രിയെ പ്രതിയാക്കാം എന്ന SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിയ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് ഇനി ഉടൻ തന്നെ SIT രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ കോടതിയിൽ ഈ തന്ത്രിയുടെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ തന്ത്രി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഒപ്പം തന്ത്രിക്ക് ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ല എന്നും തന്ത്രിയെ കുടുക്കിയതാകുമെന്നുള്ള പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം കോടതി തള്ളുകയാണ് ചെയ്തത്. എന്നാൽ തന്ത്രി ആചാര ലംഘനം നടത്തിയെന്നും സ്വർണം കൊണ്ടുപോകാൻ മൗനാനുവാദം നൽകിയെന്നുമായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരുന്നത്. ഈ ഒരു വാദം തന്നെയായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം ഇന്ന് പരിഗണിച്ച പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി അത് ഈ മാസം 21 വരെ നീട്ടിക്കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കലയുടെ കൗമാരപൂരത്തിന് ശക്തന്റെ തട്ടകത്തിൽ നാളെ കൊടിയേറ്റം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 14 മുതൽ 18 വരെ 25 വേദികളിലായി 250 ഇനങ്ങളിൽ മാറ്റുരയ്ക്കുക 15,000-ഓളം കൗമാര പ്രതിഭകളാണ്. സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇന്ന് രാത്രി മുതൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വിളമ്പിത്തുടങ്ങും. മന്ത്രി വി ശിവൻകുട്ടി കലവറ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുന്നത്. സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാ സാധന സാമഗ്രികളും കലോത്സവ കലവറയിലെത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ കലവറ നിറച്ചു തുടങ്ങി. ഇന്ന് വൈകുന്നേരം 3-ന് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാകുന്നതോടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. പച്ചക്കറികൾ അരിയലും അടുപ്പുകൂട്ടലും തുടങ്ങി കലവറ സജീവമാകാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപുരയും പ്രവർത്തിക്കുന്നത്. 600-ലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും. കലവറ ഒരുക്കത്തിന് മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടി, മേയർ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 4000 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും 5000 പേർക്ക് വരി നിൽക്കാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണ പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാ ദിവസവും 10,000-ലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും. ഉച്ചയ്ക്ക് 20,000 ആളുകൾക്കുള്ള ഭക്ഷണവും തയ്യാറാക്കും. ഭക്ഷ്യപുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, ആരോഗ്യമുള്ള ഭക്ഷണം കുട്ടികളെ കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം കൂടിയാണ് ഇത്. വിദ്യാഭ്യാസത്തിൽ ആരോഗ്യകാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ പ്രാവശ്യം ഇനി ഉൾപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അതല്ലെങ്കിൽ പരസ്യ കമ്പനിക്കാർ നമ്മളെ കുട്ടികളെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ കഴിപ്പിക്കും. മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി 1 മണി വരെ കലവറ പ്രവർത്തിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഒരുങ്ങി പാരിപ്പള്ളി അമൃത സ്കൂൾ. മുൻ വർഷങ്ങളിലേതുപോലെ മികച്ച വിജയം നേടാനായുള്ള ഒരുക്കത്തിലാണ് അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ. ഉപജില്ല, റവന്യൂ ജില്ലാ തലങ്ങളിലെ മികച്ച പ്രകടനങ്ങളുമായി സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ ആവർത്തിച്ചുള്ള പരിശീലനങ്ങളിലൂടെ വിദ്യാർത്ഥികളും അധ്യാപകരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നന്മയുടെ വിത്തുകൾ പാകി മുളപ്പിക്കും പോലെയാണ് അമൃത വിദ്യാലയങ്ങൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും സാംസ്കാരിക അവബോധവും സമൂഹ നന്മയ്ക്കായി ഉതകും വിധമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയങ്ങളിൽ ഊന്നിയുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ. അങ്ങനെ സാംസ്കാരിക സാമൂഹിക വളർച്ചയ്ക്കൊപ്പം വ്യക്തിത്വ വികസനത്തിനും ഊന്നൽ നൽകി സ്കൂൾ കലോത്സവ വേദികളിൽ മികവാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് പാരിപ്പള്ളി അമൃത സ്കൂളും. ഉപജില്ല, റവന്യൂ ജില്ലാ തലങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന തലത്തിലും തുടരാനാണ് കുട്ടികളും അധ്യാപകരും തയ്യാറെടുക്കുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ കീഴിലുള്ള ഈ സ്കൂള് ലോകമാതാവായ അമ്മയുടെ അനുഗ്രഹത്താൽ സമ്പന്നമായ ഈ സ്കൂള് ഇവിടെ ക്ഷേത്രകലകളടക്കം വിവിധ കലാമത്സരങ്ങൾക്ക്
കുട്ടികൾ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സബ് ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് ഓവറാൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ പിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു നിന്നത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തുര്യാമൃതാനന്ദ സ്വാമി തന്നെയാണ്. മോഹിനിയാട്ടം, കേരള നടനം, കൂടിയാട്ടം തുടങ്ങിയ ക്ഷേത്ര കലാരൂപങ്ങളിലും വാദ്യ സംഗീത കലാരൂപങ്ങളായ മദ്ദളം, പഞ്ചവാദ്യം എന്നിവയിലും അമൃത സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. വന്ദേമാതരം, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, കവിതാരചന, പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ള യക്ഷഗാനം എന്നിവയാണ് പാരിപ്പള്ളി അമൃത സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്ന മറ്റിനങ്ങൾ. അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും മികച്ച വിജയങ്ങൾ നേടാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. അമൃത ന്യൂസ്, കൊല്ലം. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ശത്രുവിന്റെ ഏത് ദുസ്സാഹസത്തിനും തിരിച്ചടി നൽകുമെന്നും കരസേനാ മേധാവി. കശ്മീരിൽ ഭീകരരുടെ നെറ്റ്വർക്ക് ഏതാണ്ട് മുഴുവനായി തകർക്കാൻ കഴിഞ്ഞെന്നും പാകിസ്ഥാന്റെ ആണവ ഭീഷണി തകർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. So the past year saw a sharp rise in the number and intensity of armed conflicts worldwide. These global shifts underline a simple reality. Nations that stay prepared prevail. In this backdrop, Operation Sindoor, India's calibrated and resolute response to cross-border terrorism, demonstrated our readiness, precision, and strategic clarity. ശബരിമലയിൽ മകരവിളക്കും മകരസംക്രമ പൂജയും നാളെ നടക്കും. തീർത്ഥാടകരെ വരവേൽക്കാൻ സന്നിധാനത്തും പരിസരത്തും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കനത്ത നിയന്ത്രണങ്ങളാണ് സന്നിധാനത്തും പമ്പയിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. രജിത് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ വർദ്ധിക്കുകയാണ് എന്നത് തന്നെയാണ്. നാളെ മകരവിളക്ക് ദർശിക്കുന്നതിനായി അയ്യപ്പ ഭക്തർ വിവിധ സ്ഥലങ്ങളിലാണ് ചേക്കേറിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമലയുടെ വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ്. ഇവിടെ അയ്യപ്പ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവർ കഴിഞ്ഞ 2 ദിവസമായി സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തരാണ്. നാളെയും കൂടി അയ്യപ്പ ഭക്തർ ദർശനത്തിനായി രാവിലെ എത്തും. ഒപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലായി സന്നിധാനത്ത് വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് കൂടാതെ തന്നെയാണ് സന്നിധാനത്തിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെയും വനമേഖലയിലടക്കം അയ്യപ്പ ഭക്തരുടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നത്. ഇവരിവിടെ തമ്പടിച്ചിരിക്കുകയാണ്. പർണശാലകൾ പോലെ ഇവർ ഇവിടെ കൂടാരങ്ങളൊക്കെ നിർമ്മിച്ച് അതിലാണ് ഇവരിവിടെ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ നാളെ മകരവിളക്ക് ദർശിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ നോക്കിയാണ് ഇവർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മകരവിളക്ക് ദർശിച്ച ശേഷം തിരികെ പോവുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഓരോരുത്തരും മകരവിളക്ക് ദർശിക്കുന്നതിനായി എത്തിയിട്ടുള്ള ആളുകളാണ്. മകരവിളക്ക് ദർശിക്കാനായി എത്തിയതാണോ? മകരവിളക്ക് ദർശിക്കാൻ എത്തിയത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും, അടുത്ത് നിന്ന് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രജിത്താണ് സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. കാസർഗോഡ് കുമ്പളയിലെ താൽക്കാലിക ടോൾ ബൂത്തിന് എതിരെ മഞ്ചേശ്വരം MLA നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമായി. അന്യായമായ ടോൾ പിരിവിന് എതിരെ ജനരോഷം ശക്തമാവുകയാണ്. ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കെയാണ് ടോൾ പിരിവ് തുടങ്ങിയത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫിന്റെ വാക്കുകളിലേക്ക്. തന്നെ ജനങ്ങൾ ഇപ്പോഴും ഫുട് ഓവർ ബ്രിഡ്ജ് പോലെയുള്ള അണ്ടർപാസ് പോലെയുള്ള ഒരുപാട് ഇഷ്യൂസിന് പ്രയാസം അനുഭവിച്ചു നിൽക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ MLA-മാരൊക്കെ ഇവരുടെ ROയും ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ചിട്ട് ഒരു പരിഹാരവും നൽകാതെ നിൽക്കുന്ന ഒരു സമയത്താണ് അന്യായമായി തലപ്പാടിയിൽ ഒരു ടോൾ ബൂത്ത് നിലനിൽക്കെ ആരിക്കാടിയിൽ ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങി കുറിച്ചത്. നയസ്നേഹികൾക്കെതിരെ വീണ്ടും സുപ്രീം കോടതി. കുട്ടികളെ ആക്രമിക്കുമ്പോൾ ആരാണ് ഉത്തരവാദിയെന്ന് കോടതി ചോദിച്ചു. പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കണമോ എന്നും ചോദ്യം. ABC ജനനിയന്ത്രണത്തിന് മാത്രമാണെന്നും കോടതി പറഞ്ഞു. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡ് പരിശീലകൻ സാബി അലോൺസോയെ പുറത്താക്കി ടീം മാനേജ്മെന്റ്.
ഞായറാഴ്ച നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ബാഴ്സലോണയോട് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഈ തീരുമാനം. പിന്നാലെ അൽവാരോ അർബേലോവയെ റയൽ മാഡ്രിഡിന്റെ പുതിയ പരിശീലകനായി നിയമിച്ചു. ക്ലബ് വേൾഡ് കപ്പ് സെമി ഫൈനൽ വരെ ടീമിനെ എത്തിച്ചതിന് ശേഷം അലോൺസോ മികച്ച തുടക്കമാണ് നൽകിയത്. തുടർന്നുള്ള 14 മത്സരങ്ങളിൽ 13 ജയങ്ങൾ സ്വന്തമാക്കി. പിന്നീട് തുടർച്ചയായി 5 മത്സരങ്ങൾ ജയിച്ചെങ്കിലും സൂപ്പർ കപ്പ് ഫൈനലിലെ തോൽവിയോടെ സാബിക്ക് പുറത്തേക്കുള്ള വഴി തെളിയുകയായിരുന്നു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ അലീസ ഹെലി ഇന്ത്യക്കെതിരെ അടുത്ത മാസം നടക്കുന്ന പരമ്പരയ്ക്ക് ശേഷം വിരമിക്കുമെന്ന് അലീസ വ്യക്തമാക്കി. 8 ലോകകപ്പുകൾ നേടിയ ഓസീസ് ടീം അംഗമായ അലീസ ഹെലി 2010 ഓസീസ് കുപ്പായത്തിൽ അരങ്ങേറിയത്. ഓസ്ട്രേലിയയുടെ 6 T20 ലോകകപ്പ് വിജയങ്ങളിലും 2 ഏകദിന ലോകകപ്പ് വിജയങ്ങളിലും നിർണായക സാന്നിധ്യമായിരുന്നു ഹെലി. 35-കാരിയായ ഹെലി 10 ടെസ്റ്റിലും 123 ഏകദിനങ്ങളിലും 162 T20യിലും ഓസ്ട്രേലിയയ്ക്കായി കളിച്ചു. വിവിധ ഫോർമാറ്റുകളിലായി 7000-ലധികം റൺസും വിക്കറ്റ് കീപ്പറായി 275 പുറത്താക്കലുകളുമായി പങ്കാളിയായി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. നമസ്കാരം.